തട്ടിപ്പ് തന്നെ. ഒരു പണിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വീട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ അവിടെ. ഞാൻ വെച്ച കാലത്ത് അതിന് 10 ലക്ഷം റുപ്യാണ് വീട്. 5 ലക്ഷം റുപ്യ ഞാൻ കനറ ബാങ്കിൽ നിന്ന് എടുത്തു. 5 ലക്ഷം റുപ്യ ഞാനും ഭാര്യയും 12 കൊല്ലം 10 കൊല്ലത്തിൻ്റെ അധ്വാനം, അതിൽ നിന്ന് കിട്ടിയ പൈസ. അങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചത്. 1 കോടി രൂപയൊക്കെ ചെലവാക്കി ഒരു വീട് വെക്കാൻ. ഹൈവേയുടെ ഓരത്ത് 15 സെന്റ് സ്ഥലം, ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ സെന്റിനുള്ള സ്ഥലം സ്വന്തമാക്കാൻ. ഇതിനൊക്കെ എവിടുന്നാണ് ഇവർക്ക് പൈസ? അവർ പറയട്ടെ, എനിക്ക് ഇന്ന ബിസിനസ് ഉണ്ട്, എനിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ ഞാൻ നിക്ഷേപിച്ച പൈസ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാണല്ലോ ഭാര്യ. അപ്പൊ അതിന് വെറുതെ കിട്ടിയതാണോ ആ ജോലി? ഇതിനൊക്കെ പണം വേണം. ആ പണമൊക്കെ എവിടുന്ന് കിട്ടി? അത് വെളിപ്പെടുത്തട്ടെ. ഇവരുടെ ഒക്കെ ഷർട്ടും മുണ്ടും നോക്കിയാൽ തന്നെ അറിയാം. പോലീസിനോട് ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇത്യാദി കേസുകളിൽ എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് ചോദിക്കുക. അയാൾ പോലീസിനെ തച്ചോ? നമ്മൾ ആരെങ്കിലും നമ്മൾ പ്രതിയല്ലാത്ത ഒരു കേസിൽ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വന്നാൽ തല്ലോ നമ്മൾ? അപ്പൊ എന്തുകൊണ്ടാണ് തല്ലുന്നത്? പോലീസിനെ തല്ലി എന്നുള്ളത് തന്നെ അയാൾ കുറ്റം ചെയ്തു എന്നതിന്റെ തെളിവാണ്. എന്നിട്ട് പറയാണ് എന്ത് പോലീസിനെ തല്ലിയ കേസിലാണ്. പോലീസിനെ തല്ലിയ കേസ് എങ്ങനെ ഉണ്ടായി? ലഹരി മരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടിയപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ചെന്നു. കാറ് പരിശോധിച്ചു. അപ്പൊ കുറെ സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടി. മയക്കുമരുന്ന് കുത്തിവെക്കാനുള്ള ഉപകരണങ്ങൾ കിട്ടി. അങ്ങനെയാണല്ലോ ഉണ്ടായത്. അല്ലാതെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് ഫിറോസിന്റെ സഹോദരൻ 4 തല്ലു കൊടുത്തതാ പോലീസുകാരന്? ആണോ? അല്ലല്ലോ.